ഇവിടെ തന്നെ ധാരാളം കോളേജുകളും കോഴ്സുകളും മികച്ച സ്ഥാപനങ്ങളും ഉണ്ട്. എന്തിനാ ഈ പുറത്തൊക്കെ പോയി പഠിക്കുന്നത്? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പുറത്തു പോയി പഠിക്കുന്നത് ഒട്ടും സുരക്ഷയുള്ളതായിരിക്കില്ല. അത് ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. അവരുടെ ജീവന് തന്നെ ഭീഷണിയായാലോ? പറഞ്ഞു കേൾക്കുന്നതൊക്കെ വെച്ചുകൊണ്ട് രക്ഷിതാക്കൾ ഒരുപാട് ആശങ്കാകുലരാണ്. വിദ്യാർത്ഥികൾ കരിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അന്വേഷിച്ചു വരുമ്പോൾ പഠനത്തിന്റെ ഭാഗമായിട്ട് പുറത്തു പോയി ഉപരിപഠനം നടത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒട്ടുമിക്ക രക്ഷിതാക്കളും ബ്ലണ്ടായി അങ്ങ് എതിർക്കാറുണ്ട്, അതിനോട് നീരസം പുലർത്താറുണ്ട്, അതിനോട് ഒട്ടും താല്പര്യം കാണിക്കാറില്ല. ഇവിടെ തന്നെ ധാരാളം കോഴ്സുകളും കോളേജുകളും ഉള്ളപ്പോൾ എന്തിനാ പുറത്തു പോകുന്നതാണ് കോമൺ ആയിട്ട് എല്ലാ രക്ഷിതാക്കളും ചോദിക്കുന്ന ചോദ്യം. വിദ്യാർത്ഥികൾക്കാണെങ്കിലും അവർക്ക് പുറത്തുപോയി പഠിക്കുക തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടുമിക്ക വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമായി തല്ലുകൂടുന്നത് നമുക്ക് കാണാം. ഇതിന് രണ്ടിനും ഇടയിൽ എന്താണ് ശരിക്ക് കൃത്യമായ നിലപാട്? എന്താണ് സത്യം? സുരക്ഷിതമാണോ നമ്മുടെ ക്യാമ്പസുകൾ? അങ്ങനെ പോയി പഠിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് കേന്ദ്ര സർവകലാശാലകൾ CUET എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ വിളിക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അത്തരം ഒരു ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഇപ്പൊ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. മാർച്ച് 30 ലാസ്റ്റ് ഡേറ്റ്. ഞാൻ എല്ലാ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും പറയുന്നത്, പുറത്തേക്ക് വിടുന്നുവെങ്കിൽ, പുറത്തേക്ക് പോകുന്നുവെങ്കിൽ അതിനൊരു കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. ഒരു കരിയർ ഓറിയന്റേഷൻ പ്ലാൻ ചെയ്യാതെ പുറത്തേക്ക് പോയിട്ട് ഒരു കാര്യവുമില്ല, ഒട്ടും ഉപകാരപ്രദമാവില്ല എന്ന് മാത്രമല്ല ഉപദ്രവം ചെയ്യുകയും ചെയ്യും. ആദ്യം വേണ്ടത് കൃത്യമായ ഒരു ദിശാബോധം ഉണ്ടാവണം. എന്തിനാണ് പുറത്ത് പഠിക്കുന്നത്? ഏത് യൂണിവേഴ്സിറ്റിയിൽ, ഏത് കോഴ്സ്, അതിന്റെ കരിയർ ഓറിയന്റേഷൻ, ഉപരിപഠന സാധ്യതകൾ, അതോടൊപ്പം ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട സോഫ്റ്റ് സ്കില്ലും അതുപോലെ തന്നെ ലൈഫ് സ്കില്ലും എന്താണ്? ഏതൊക്കെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്? വിദേശ പഠനമാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നാട്ടിൽ തന്നെയുള്ള മികച്ച സ്ഥാപനങ്ങളിലാണോ വീണ്ടും മാസ്റ്റേഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തമായ ഒരു രൂപമില്ലാതെ ഒരിക്കലും പുറത്തേക്ക് പോയി പഠിക്കരുത് എന്ന് ആവശ്യപ്പെടുന്ന, സജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇത് ഒന്നാമതായി മനസ്സിൽ വെക്കണം. രണ്ടാമത്തേത്, ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളോട് പറയുക, നിങ്ങളുടെ സുരക്ഷ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. സാധ്യമെങ്കിൽ പോയി കഴിഞ്ഞാൽ ഈ അസമയത്തുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക എന്നതാണ്. അസമയം എന്നുണ്ടോ എന്ന് സിനിമാ സ്റ്റൈലിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. എൻ്റെ ഉത്തരം അസമയം സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്. പ്രത്യേകിച്ച് നമുക്ക് പരിചിതമല്ലാത്ത രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷങ്ങളിൽ, പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ഈ അസമയത്ത് യാത്രകൾ പരമാവധി ഒഴിവാക്കുക. അത് ഒരു ധീരതയായിട്ട് കണക്കാക്കാതെ പരമാവധി അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ സംവിധാനം. ഇത് മനസ്സിൽ കാണണം. മറ്റൊന്ന്, അപകടകരമായ സാഹചര്യങ്ങൾ, അപകടകരമായ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങളുള്ള രാജ്യങ്ങളിൽ ഒറ്റക്ക്, സ്ഥലങ്ങളിൽ, ലൊക്കേഷനുകളിൽ ഒറ്റക്ക് യാത്ര ചെയ്യുക എന്നുള്ളത്, അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുക എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം? പരമാവധി ഒഴിവാക്കണം. അങ്ങനെ യാത്ര ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത് പരിശോധിക്കുകയും അത്തരം സപ്പോർട്ടുകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തത്, ഒരു നിലക്കും നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ പേഴ്സണൽ അജണ്ടകൾ, നിങ്ങളുടെ കരിയർ പ്ലാനുകൾ, നിങ്ങളുടെ അക്കാദമിക മികവുകൾ ഇതിനെ ഹനിക്കുന്ന, ഇതിനെ നെഗറ്റീവായി ബാധിക്കുന്ന ഒരു ടോക്സിക് റിലേഷനും മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ തേച്ചിട്ട് പോയാലോ, പോകുന്നതല്ലേ എന്നൊക്കെയുള്ള സ്ഥിരം ക്ലീശിയ വർത്തമാനങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ പാഠ്യേതര വിഷയങ്ങളിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങളെയും അതിലുള്ള നിങ്ങളുടെ മികവുകളെയും ബാധിക്കുന്ന, നിങ്ങളുടെ വ്യക്തിത്വ വികാസം, നിങ്ങളുടെ വ്യക്തിത്വ വിശേഷണങ്ങളെയും ബാധിക്കുന്ന ഒരു ബന്ധങ്ങളും നിലനിർത്താൻ പാടില്ല എന്ന് തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം നിലനിർത്തുന്ന രീതിയിൽ സ്നേഹിക്കപ്പെടാനാണ്, ആ രീതിയിൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനാണോ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം അത്തരം ബന്ധങ്ങൾ നിലനിർത്തുക. അല്ലാത്തടുത്ത് അത്തരം ബന്ധങ്ങൾ കട്ട് ചെയ്യുക എന്നത് നിങ്ങളുടെ സുരക്ഷയെ കൂടുതൽ നന്നാക്കും, അല്ലെങ്കിൽ സുരക്ഷയെ കൂടുതൽ നന്നാക്കുമെന്നുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ദെൻ നാലാമത്തെ ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങൾ കൃത്യമായ ഒരു കരിയർ പ്ലാൻ ഉണ്ടാക്കണം. നിങ്ങൾ ആദ്യവും അത്യന്തവുമായി നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, വിദ്യാർത്ഥിയാണ്. അപ്പോൾ നിങ്ങളുടെ വിദ്യാർത്ഥി എന്ന നിലക്കുള്ള നിങ്ങളുടെ ലക്ഷ്യം അക്കാദമിക കരിയർ മികവ് പുലർത്തുകയും നിങ്ങൾ ലക്ഷ്യം വെച്ച കരിയറിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ, അതിന്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ ഈ ഉപരിപഠനം
കേരളത്തിന് പുറത്തുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാക്കുന്നത് എന്നതുകൊണ്ട് പ്രാധാന്യം കൊടുക്കേണ്ടത് അക്കാദമിക മികവിനും കരിയർ ഓറിയന്റേഷനുമാണ്. അത് കൃത്യമായി പ്ലാൻ ചെയ്യണം. ഇപ്പോൾ പുറത്തൊക്കെ പോയി പഠിക്കാൻ താല്പര്യമുള്ള, വിദേശത്ത് പോയി പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് നന്നാക്കണം, അക്കാഡമിക്സ് പെർഫോമൻസ് ക്രെഡൻഷ്യൽസ് നന്നാക്കണം, അതുപോലെ SIs, SOP സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, ദെൻ അതുപോലെ തന്നെ അതോടൊപ്പം കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ മികവ് പുലർത്തണം. പ്രോജക്റ്റുകൾ ഉണ്ടാവും, അസൈൻമെന്റ്സ് ഉണ്ടാവും, റിസർച്ച് വർക്കുകൾ ഉണ്ടാവും. ഇതെല്ലാം നിങ്ങളുടെ ഉപരിപഠന സാധ്യതകളെ കൂടുതൽ കൂടുതൽ ശോഭനമാക്കുന്നതാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് അതിനുവേണ്ടി ഫോക്കസ് ചെയ്യണം. ഇനി ഇന്ത്യയിൽ തന്നെ നിങ്ങൾ പഠിക്കുന്ന മേഖലയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ പോകാനാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ, അതിൽ എത്തപ്പെടേണ്ട രീതികൾ, അതിൽ തന്നെ സ്ഥാപനം ഏത്, കോഴ്സ് ഏത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനുവേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്യുക എന്നതാണ് പരമപ്രധാനം. ഇനി കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളിൽ പഠിക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കരിയർ ഡെവലപ്മെന്റ് ആണ്. ഒട്ടുമിക്ക സർവകലാശാലകളിലും നല്ല കോഴ്സുകൾക്കും നിങ്ങളുടെ അക്കാദമിക മികവിനനുസരിച്ച് പ്ലേസ്മെന്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ആ പ്ലേസ്മെന്റുകൾ കിട്ടണമെങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റുകൾ, നിങ്ങളുടെ അസൈൻമെന്റ്സ്, ഇന്റേൺഷിപ്പുകളൊക്കെ വളരെ മനോഹരമാക്കണം, നന്നാക്കണം, കാര്യക്ഷമമാക്കണം. അത്തരം കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ സുരക്ഷിതരായിരിക്കും, നിങ്ങളുടെ കരിയർ നന്നാവും, നിങ്ങളുടെ അക്കാദമിക് പെർഫോമൻസ് നന്നാവും. സ്വാഭാവികമായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് മറ്റ് അപകടകരമായ സാഹചര്യങ്ങളിലേക്കോ ബന്ധങ്ങളിലേക്കോ പോവാൻ നേരമുണ്ടാവില്ല എന്നതുകൊണ്ട് ഈ പറഞ്ഞ അടിസ്ഥാനപരമായ 5-6 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും കേരളത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾ സുരക്ഷിതരാണ്. നന്ദി, നമസ്കാരം. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.